സന്ദർശകരെ വരവേൽക്കാൻ പറശ്ശിനിക്കടവ് MVR സ്നേക്ക് പാർക്കിൽ കുഞ്ഞതിഥികളെത്തി. എമു, തൊപ്പിക്കുരങ്ങ, മൂർഖൻ എന്നിവയുടെ കുഞ്ഞുങ്ങളാണ് പാർക്കിലെ അതിഥികൾ. MVR സ്നേക്ക് പാർക്ക് ആൻഡ് സൂ കുടുംബം കുഞ്ഞതിഥികളെ വരവേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് പാർക്കിലെ എമു പക്ഷികൾ മുട്ടയിട്ടത്. തുടർന്ന് ആൺ എമു പക്ഷിയായ ജാക്ക് 73 ദിവസം അടയിരുന്നാണ് മുട്ടകൾ വിരിയിച്ചത്. എമുക്കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് സന്തോഷത്തിന് ഇരട്ടി മധുരം പകർന്നുകൊണ്ട് 2 തൊപ്പിക്കുരങ്ങുകൾ കൂടി സ്നേക്ക് പാർക്കിൽ ഉണ്ടായി. മക്കാക്ക റേഡിയേറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള തൊപ്പിക്കുരങ്ങൻ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും താലോലിക്കാനും കൂട്ടിലെ മറ്റു കുരങ്ങുകൾ ഒപ്പമുണ്ട്. തലയുടെ മുകളിൽ തൊപ്പി പോലെ കൂട്ടമായ മുടികൾ കാണാറുള്ളതുകൊണ്ടാണ് തൊപ്പിക്കുരങ്ങ് എന്ന പേര് ലഭിച്ചത്. കൂടാതെ പാർക്കിലെ മൂർഖൻ കഴിഞ്ഞ ഏപ്രിലിലിട്ട മുട്ട ജൂൺ ആദ്യവാരം വിരിഞ്ഞ 17 കുഞ്ഞുങ്ങളുണ്ടായി. കൃത്രിമമായ സാഹചര്യം ഒരുക്കിയാണ് മുട്ടകൾ വിരിയിച്ചെടുത്തത്. 2 ആഴ്ച കാലത്തോളം നിരീക്ഷണത്തിലായിരുന്ന കുഞ്ഞുങ്ങൾ എല്ലാം സുഖമായിരിക്കുകയാണെന്നും സ്നേക്ക് പാർക്കിലെ പുതിയ അതിഥികളെ സന്ദർശകർക്ക് കാണാനായി അവസരമൊരുക്കിയിട്ടുണ്ടെന്നും സ്നേക്ക് പാർക്ക് ചീഫ് സൂപ്പർവൈസർ TV സുധാകരൻ പറഞ്ഞു. നമുക്ക് എല്ലാ വർഷവും ഇവിടുന്ന് ഒരുപാട് ജീവികൾ നമുക്ക് വിരിഞ്ഞിട്ടുണ്ടാകുന്നുണ്ട്. പാമ്പുകൾ, അതുപോലെ മറ്റ് മമ്മൽസും എല്ലാം തന്നെ വിരിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുണ്ട്. ഈ 2025 നമ്മൾക്കിപ്പം പ്രധാനമായിട്ടിപ്പം മൂർഖൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. രുദ്ര എന്ന മൂർഖൻ പാമ്പിൻ്റെ 23ഓളം മുട്ടകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് വിരിയിച്ചിട്ട് 17 കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് എമുവിൻ്റെ ഒരു കുഞ്ഞിനെ നമുക്ക് അതുപോലെ ഈ വർഷത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് തൊപ്പിക്കുരങ്ങാണ്, ബോണറ്റ് മെക്കാക്ക് എന്നാണ്. അത് 2 അമ്മമാരുടെ ആയിട്ട് 2 കുഞ്ഞുങ്ങളെ നമുക്ക് അതിന് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.